ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിൽ യൂട്യൂബിൽ ലൈവിലിരിക്കുമ്പോഴാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടല്ലോ, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസത്തെ ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഇതിലെ ലെവൽസ് ഞാൻ മോർണിംഗ് തന്നെ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കുള്ളൊരു കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിലൊരു ഇൻഡ്യൂസ്മെൻറ്റും ബൈയിങ്ങിലേക്ക് മേജർ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു ഡിമാൻഡ് സോണും ലിക്വിഡിറ്റി ഏരിയയും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ലെവലിൽ നിന്ന് തന്നെയാണ് കറക്റ്റായിട്ട് റിവേഴ്സ് ആയിരിക്കുന്നത്. ഇപ്പോൾ സെല്ലിലേക്കുള്ളതാണെങ്കിലും കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ മാർക്ക് ചെയ്താണെങ്കിൽ പോലും കറക്റ്റായിട്ട് പ്രൈസ് അവിടെ വന്നു, താഴോട്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ബൈയിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് തന്നെ പ്രൈസ് അവിടെ നിന്ന് മുകളിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് പ്രൈസ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമാണെങ്കിൽ പ്രൈസ് താഴോട്ട് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി ഈ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി നോക്കുന്നതാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ബൈയിങ്ങിലേക്കുള്ള നമ്മൾ ഡിമാൻഡ് സോൺ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇതിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ലോവർ ടൈം ഫ്രെയിമിൽ പോയി നോക്കുന്നതാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ചാർട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് 50 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ മേജർ ഹൈ എടുത്തിട്ടുണ്ട്. ഈ ഹൈ എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് ഒരു സെല്ല് വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഞാൻ ഈ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു 4 ഹവറോ 1 ഹവറോ 50 മിനിറ്റോ ടൈം ഫ്രെയിം ഏതും ആയിക്കോട്ടെ, ഈ എൻട്രി കൺഫർമേഷൻ എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഈ മേജർ ലോയിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഹൈയിലൊരു സപ്ലൈ സോൺ കിട്ടിയെന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? നല്ലൊരു ഓർഡർ ബ്ലോക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം എന്താണ് പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സെല്ല് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പ്രൈസ് ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ എങ്ങനെയായിരിക്കും പോകുന്നത്? ഞാൻ അതൊന്നും മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ പ്രൈസ് ഇവിടുന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് ഇതുപോലെ ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇതൊരു 4 ഹവർ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 1 ഹവർ ആണെന്നിരിക്കട്ടെ, ഒരു 1 ഹവർ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു സെല്ല് വന്നിരിക്കുന്നത് ഒരു 1 ഹവറിലാണ്. അതിനുശേഷം ഞാൻ എന്തൊക്കെ ടൈം ഫ്രെയിം ഒരു 5 മിനിറ്റിൽ നോക്കിയപ്പോൾ ഈ മേജർ ലോയിന് എടുത്തതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് 5 മിനിറ്റിൽ ഇതുപോലെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ ഇവിടെ കിട്ടി. പ്രൈസ് എന്താണ് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കും ഡിമാൻഡ് സോണിലേക്കും മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുന്ന് വീണ്ടും പ്രൈസ് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ പുൾ ബാക്ക് എല്ലാം ഈ പുൾ ബാക്ക് എല്ലാം ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് തന്നെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇതാണെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതാണെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു പുൾ ബാക്ക് ആണെങ്കിലും നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇതിന് ശേഷം എന്താണ് പ്രൈസ് മുകളിലോട്ട് വന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ BOS ഒരു ട്രെൻഡായിട്ട് തന്നെ മാർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇത് BOS ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇതൊരു 5 മിനിറ്റിൽ BOS ആയിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെ വരുവാണെങ്കിൽ ഇത് 5 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ ആവുന്നില്ല? ഒരു ഐഡിയ കിട്ടുന്നല്ലേ? ഇതിന് ശേഷം എന്താണ് നമുക്ക് പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിലോ നമുക്ക് ഇവിടെ നിന്നൊക്കെ ബൈ എടുക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നില്ല? ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ എടുക്കാനായിട്ട് പറ്റും. കാരണം ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് എന്താണ് ബൈയിങ്ങിലേക്ക് പ്രൈസ് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. മനസ്സിലാവുന്നില്ലേ? ഇനി പ്രൈസ് പോയിട്ട് ഈ ഒരു സപ്ലൈ സോണിലേക്ക് എത്തിയെന്നിരിക്കട്ടെ. ഇങ്ങനെ സപ്ലൈ സോണിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബൈയിനേക്കാളും കൂടുതൽ സെല്ല് വരാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ഇവിടെ ഇതൊരു 1 ഹവറിൽ സപ്ലൈ സോൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇവിടുന്ന് സെല്ല് വരാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ള ലാസ്റ്റത്തെ പുൾ ബാക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരിക്കലും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കില്ല മാർക്ക് ചെയ്യുന്നത്. ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടല്ല മാർക്ക് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും ഈ ഒരു ലാസ്റ്റ് പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇൻഡ്യൂസ്മെൻ്റ് ആവണമെങ്കിൽ എന്താണ് ഇത് ഹയർ ടൈം ഫ്രെയിമിൽ സപ്ലൈ സോണിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമുക്കിത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതിനടുത്തൊരു ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കുകയും ചെയ്യാം, ബൈയിങ്ങിലേക്ക് എൻട്രി എടുക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഇതിന് ശേഷം എന്താണ് ഈ സപ്ലൈ സോണിലേക്ക് ടച്ച് ചെയ്തിട്ടാണ് ലാസ്റ്റത്തെ പുൾ ബാക്ക് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഇത് നമ്മൾ ഒരിക്കലും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ബൈ എൻട്രിക്ക് നോക്കൂല. കാരണം ഇവിടുന്ന് ബൈയിനേക്കാളും കൂടുതൽ സെല്ല് വരാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് പുൾ ബാക്ക് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഈ ചോദിച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് സപ്ലൈ സോൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിലോ നമ്മൾ അത് നോക്കിയായിരിക്കും എൻട്രി എടുക്കുന്നത്. മനസ്സിലാവുന്നില്ല? ഇപ്പോൾ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിലും ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും ഓക്കെ, രണ്ടും ബൈയിങ്ങിലേക്കുള്ളൊരു പുൾ ബാക്ക് പോലെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഒരു പുൾ ബാക്ക് തന്നെയാണ്. പക്ഷേ നമ്മളിത് എവിടെ നിന്ന് എൻട്രി എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണോ എന്നൊരു മാറ്റം വരുന്നത്. മനസ്സിലാവുന്നില്ല? ഞാൻ ചാർട്ട് എടുത്ത് ഒന്നും കൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒ ബിയിലേക്കോ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്കോ വരുവാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുന്നത്. അത് ഞാനിപ്പോൾ AUD/USDൻ്റെ ഈ ഒരു ചാർട്ടിൽ തന്നെ ഒരു ഹയർ ടൈം ഫ്രെയിം ഒരു 1 ഹവറും ലോവർ ടൈം ഫ്രെയിം ഒരു 5 മിനിറ്റും എടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് എന്താണ് നേരെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ എന്താണ് 1 ഹവറിലെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ 50 മിനിറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്. ഇത് 1 ഹവറിൽ എന്താണ് മേജർ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ ആവുന്നുണ്ടല്ലോ? അതുപോലെ ഇതെന്താണ് 1 ഹവറിലെ മേജർ ഹൈ ആണ്. ഓക്കെ ആവുന്നുണ്ടല്ലോ? ഞാൻ ആ ഹൈയും മാർക്ക് ചെയ്തു. 2 ലിക്വിഡിറ്റിയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. 2 മേജർ ലിക്വിഡിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് എന്താണ് ഈ ഒരു ഹൈനെ എടുത്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വരുമോയെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കിയാൽ മതി. അതുപോലെ തന്നെ പ്രൈസ് ഇതിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ഇവിടുന്ന് ഇത്രയും മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലും ലോവർ ടൈം ഫ്രെയിമിൽ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കിയാൽ മതി. ഇനി ഞാൻ നേരെ എന്താണ് ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം 1 ഹവർ എടുത്തുകൊണ്ട് ലോവർ ടൈം ഫ്രെയിം 5 മിനിറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ സെല്ലിലേക്ക് വന്ന ഭാഗം തന്നെ നോക്കാം. ഇവിടെ നിന്നാണല്ലോ സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ബൈയിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ബൈ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും. കാരണം ഈ ഒരു ലിക്വിഡിറ്റി എടുത്താലാണ് സെല്ല് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളിത് സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി ഇതാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് വരുന്നവരെ നമുക്ക് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്, BOS ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരും. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ്, ഇത് എക്സ്ട്രീമിലുള്ള ഓർഡർ ബ്ലോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ബൈ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റുമല്ലോ. ഈ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് പുൾ ബാക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഉള്ള ലിക്വിഡിറ്റിയിലേക്ക് നമുക്ക് സെല്ലെടുത്ത് പോകാനായിട്ട് പറ്റും. സെല്ല് എവിടെ വരെ എടുത്ത് പോകാനായിട്ട് പറ്റും? നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ. ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്നൊക്കെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നെല്ലാം സെല്ല് നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഈ ഒരു 1 ഹവറിലെ മേജർ ലിക്വിഡിറ്റി ഏരിയ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഇതെന്താണ് 5 മിനിറ്റിലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ ഇത് 5 മിനിറ്റിലെ ഒരു BOS ആണ്. ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് മേജർ ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് BOS ആയിട്ട് മാർക്ക് ചെയ്തു. ഇത് 5 മിനിറ്റിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? നമ്മൾ ഇനി ഇവിടുന്ന് സെല്ല് നോക്കാനായിട്ട് പറ്റുമോ? ഇപ്പോൾ ഇത് 1 ഹവറിലെ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രൈസ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരിക്കലും സെൽ എൻട്രി ആയിരിക്കില്ല പിന്നെ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, ഇവിടെയാണ് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഈ ലാസ്റ്റ് പുൾ ബാക്ക് ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പ്രീമിയത്തിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് എന്താണ് ഈ ലാസ്റ്റ് പുൾ ബാക്ക് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടുന്ന് എവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങളിലെല്ലാം മാറ്റം വരുന്നത്. ഇത് രണ്ടും ഒരു പുൾ ബാക്ക് തന്നെയാണ്. ലോവസ്റ്റ് ചാനലിൽ ഹൈനെടുത്തു, ലോയിനെടുത്തു, പുൾ ബാക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഇൻഡ്യൂസ്മെൻറ്റ് മാറി അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ചോദിച്ച് കിട്ടുവാണെങ്കിൽ നമുക്കൊരു 2-3 രീതിയിൽ എൻട്രി എടുക്കാം കേട്ടോ. എൻട്രി കൺഫർമേഷൻ്റെ കാര്യമൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ നമുക്ക് എന്താ മേജർ ലോ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഇവിടെ നോക്കുവാണെങ്കിൽ എക്സ്ട്രീമിലൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടുന്നൊക്കെ ബൈ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും. നമുക്കിവിടുന്ന് പ്രൈസ് ട്രെൻഡ് ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് പോകുമെന്നുള്ളതിനൊരു ഫസ്റ്റ് കൺഫർമേഷനാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. കാരണം 1 ഹവറിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു,
ഇവിടെ എന്താണ് സെല്ലിലേക്കാളും കൂടുതൽ ബൈയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പം അങ്ങനെ ബൈയേഴ്സ് ഇവിടുന്ന് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ലാസ്റ്റ് പുൾ ബാക്ക് ബ്രേക്ക് ആയത്. അതുകൊണ്ടാണ് നമ്മളത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുത്തത്. അതിനുശേഷം നെക്സ്റ്റ് ഒരു റീട്രേസ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ ബൈ എൻട്രി നോക്കുന്നത്. ലോജിക്കലി കണക്റ്റ് ആവുന്നില്ലേ കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇപ്പോൾ ഇവിടുന്ന് മേജർ ലോയിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റിയൊക്കെ ടാർഗറ്റായിട്ട് അങ്ങനെ നോക്കി പോകാനായിട്ട് പറ്റും. പക്ഷേ ഞാനത് ജസ്റ്റ് നിങ്ങളെ ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇൻഡ്യൂസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ബാക്കിയുള്ള എൻട്രി കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.